നമുക്കൊപ്പം സമൃദ്ധിയുടെ ഒരു വേനൽക്കാലമുണ്ട്. ഈ വേനൽക്കാലത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ നട്ട് നനയ്ക്കുന്ന സമയത്ത് നമുക്ക് അപൂർവമായി പലതും മണ്ണിൽ നിന്ന് ലഭ്യമാകും. അങ്ങനെ ഒരു വസ്തുവാണ് ചേനപ്പൂവ്. ഇപ്പോൾ ചേനപ്പൂക്കൾ വിരിയുന്ന കാലമാണ്. നമ്മൾ വിളവെടുക്കാത്ത ചേനകളിൽ നിന്നാണ് പൂക്കൾ ഉണ്ടാവുക. അപ്പോൾ നമ്മളത് പതുക്കെ മുറിച്ച് കൊണ്ടുവന്ന് അതിനെ ഒരു കറിയാക്കി മാറ്റാം. പറമ്പിലേക്ക് പതുക്കെ ഇറങ്ങിയാൽ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ കിട്ടും അല്ലേ. സമൃദ്ധിയുടെ വേനൽക്കാലത്ത് നമുക്ക് കിട്ടുന്ന ഓരോന്നും അല്ലെ, പൂക്കളായും കായ്കളായും ഒക്കെ പലതും അങ്ങനെ ഈ വെയിൽ ഉരുക്കി വീഴുന്ന സമയത്തും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതിൽ വളരെ വിശേഷപ്പെട്ട ഒന്നാണ് ചേനപ്പൂവ്. ഇത് അധികം വിരിഞ്ഞ് അങ്ങ് കഴിഞ്ഞാൽ വല്ലാതെ നാറുന്നൊരു വസ്തുവാണ്. അത് വിരിയുമ്പോൾ തന്നെ നമ്മൾ പൊട്ടിച്ചെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് പാചകം ചെയ്യാൻ വേണ്ടിയുള്ള കുറച്ച് പച്ചമുളകും പിന്നെ നമുക്ക് കുറച്ച് പിന്നെ കറിവേപ്പിലയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പൊട്ടിച്ചെടുത്ത് കൊണ്ടുപോകാം. ഒരു പച്ചക്കറി നമ്മൾ ഇതൊന്നും കാശ് കൊടുത്ത് വാങ്ങിയാൽ നമുക്ക് കിട്ടുന്ന സാധനങ്ങളല്ലല്ലോ. തനി നാടൻ പാചകമാണ്. ഇത് കൊണ്ടുവന്ന് കഴുകി അതിൻ്റെ ഉള്ളിലെ ഭാഗം അങ്ങ് നീക്കം ചെയ്യുക. തണ്ട് പോലെയുള്ളൊരു ഭാഗം അത് നീക്കം ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഇതൾ മാത്രം ഇങ്ങോട്ട് എടുക്കുക. എന്നിട്ട് അത് എടുത്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വയ്ക്കുക. നടുവിലെ ഭാഗം ഒഴിവാക്കുക. ഈ ഭാഗം മാത്രം, അതായത് ഈ ഇതൾ പോലെയുള്ള ഭാഗം മാത്രം എടുക്കുക. അതാദ്യം നീളത്തിൽ മുറിച്ച് പിന്നെ കുറുകെ മുറിച്ച് അങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് എടുക്കുക. അതിൻ്റെ വർണ്ണഭംഗി വളരെ രസകരമാണ്. വയലറ്റ്, പച്ച, അങ്ങനെ പല നിറങ്ങളും അതിൽ കാണാം. ഒരു പൂവ് അതിൻ്റെ ഭംഗി കൊണ്ട് നമ്മളെ ആകർഷിക്കുന്നതിന് ഉദാഹരണമാണ്. അപൂർവമായി മാത്രം വിരിയുന്ന ചേനപ്പൂവ്. വർഷങ്ങളായി വിളവെടുക്കാത്ത ചേനകൾക്ക് മാത്രമേ ഇത് ഉണ്ടാവുള്ളൂ. ഇത് 3 വർഷമായിട്ട് ഇങ്ങനെ പറിക്കാതെ പറമ്പിൽ കിടന്ന ഒരു ചേനയാണ്. പുതുമഴ പെയ്താലോ അല്ലെങ്കിൽ നമ്മൾ നനയ്ക്കുകയൊക്കെ ചെയ്താലൊക്കെയാണ് ഇത് പൊന്തി വരിക. ഇതിൻ്റെ പിന്നാലെ ഇനി സാധാരണ ചേനയായിട്ടത് മുളച്ച് വരും. ഇങ്ങനെ അത് അരിഞ്ഞെടുക്കുക. അങ്ങനെ അരിഞ്ഞ് ഭംഗിയാക്കി അരിഞ്ഞെടുക്കുക. ഇത് അരിയുന്ന പോലും ഒരു കലയാണ്. വളരെ രുചികരമായ ഒരു ഭക്ഷണമാണ്. വളരെ അപൂർവമായ ഭക്ഷണമാണ്. ഇതിന് നാരിൻ്റെ അംശം നല്ലോണം ഉണ്ട്. അതുകൊണ്ട് അതിൻ്റെ കടഭാഗം മുറിക്കുമ്പോൾ കുറച്ച് ശക്തി ഉപയോഗിക്കണം. തലപ്പ് വേഗം പോരും. ചെറിയ നൈസാണ് തലപ്പ്. അപ്പോൾ നമ്മളതിനെ മുറിച്ചെടുത്തു. അങ്ങനെ അത് ചെറിയ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തു. അതിന് ശേഷം നമ്മൾ അതിൻ്റെ കൂടെ ഇടാൻ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ വേണം. ഈ കറിയുടെ കൂടെ അതിന് വേണ്ട സാധനങ്ങളും കൂടെ നമ്മൾ ഇതിനോടൊപ്പം തന്നെ തയ്യാറാക്കേണ്ടതുണ്ട്. അതങ്ങനെ ഏതാണ്ടൊക്കെ അരിഞ്ഞ് തീർന്നു. ഒരു കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് അരിയുക. ഇതിലേക്ക് നമുക്ക് വേണ്ട മറ്റ് സാധനങ്ങൾ 2 പച്ചമുളക് വേണം. ആദ്യം നമ്മൾ ഈ ചേനപ്പൂവ് കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് വേവിച്ച് വയ്ക്കുക. അത് വേവിച്ച് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് 2 ചെറിയ തക്കാളി, 2 ചെറിയ നന്നായി പഴുത്തത്, ഒരു ചെറിയ സവാള, ഒരു 3 അല്ലി വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഒരു 4-5 കരിമുളക് വെക്കുക. പച്ചമുളക്, ഇഞ്ചി, പിന്നെ സവാള എല്ലാം നമ്മൾ എടുത്ത് അരിഞ്ഞ് ശരിയാക്കി വെക്കുക. അതിനുശേഷം നമ്മൾ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് കടുക് ഇടുക. കടുക്, മുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മളതിലേക്ക് ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. പിന്നെ ഈ സാധനങ്ങൾ നമ്മൾ അരിഞ്ഞ് വെച്ച ഈ പച്ചമുളക്, ഇഞ്ചി, ഈ പിന്നെ സവാള
തക്കാളി ഇതൊക്കെ ഇട്ടിട്ട് വഴറ്റിയെടുക്കുക. അതിൻ്റെ കൂടെ പൊടികളും ഇടുക. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക വേണം. തീ ചെറുതാക്കി വെച്ചിട്ട് വേണം ഇടാൻ. എന്നിട്ട് ഈ സവാള എടുത്തിട്ട് അത് അരിഞ്ഞ് വെച്ചിട്ട് നമ്മളതിലേക്ക് തട്ടുക. എന്നിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ വെളുത്തുള്ളി, ചെറിയ ഉള്ളി ആണെങ്കിൽ അത് ഇടാം, ഒക്കെ ഇടാം. അങ്ങനെ നമ്മൾ സാധാരണ വെക്കുന്ന പോലെ തന്നെ. എന്നിട്ട് നമ്മൾ ഇഞ്ചി പച്ചമുളകൊക്കെ ഇട്ട് കഴിഞ്ഞ് തക്കാളി ഇടുമ്പോൾ അതിന് പതുക്കെ വെള്ളം ഇറങ്ങി വരും. എല്ലാത്തിനും വേവാൻ അത്യാവശ്യം വേണ്ട വെള്ളമൊക്കെ അതിൽ തന്നെ ഉണ്ട്. അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ചേനപ്പൂവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു മൺപാത്രത്തിലാണത് തയ്യാറാക്കി വെച്ചിരുന്നത്. ഇത് കൂടാതെ നമ്മൾ ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെക്കുക. എന്നിട്ട് അതിന് ശേഷം അതിൽ ഇത്തിരി പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ചിലപ്പോൾ ചെറിയ തോതിൽ ചൊറിയലുണ്ടാകും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുളിവെള്ളം ചേർക്കുന്നത്. ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, സവോള, തക്കാളി, ഇത്തിരി പുളിവെള്ളം ഇതിൻ്റെയൊക്കെ കൂടെ ഒരു ചേരുവയിൽ ഈ മസാലപ്പൊടികളും കൂടി ചേർന്ന് കഴിയുമ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയായിട്ട് മാറും. നമ്മൾ ഒരു നെല്ലിക്ക വലിപ്പം പുളി എടുത്തിട്ട് പിഴിഞ്ഞതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. അപ്പം മറക്കാൻ പാടില്ല, അപ്പോൾ ചൊറിയും. നമ്മൾ അതിന് ശേഷം നന്നായിട്ടതിനെ തിളപ്പിച്ച് ജലാംശം കുറച്ചൊക്കെ കുറയുമ്പോൾ ഇറക്കി വയ്ക്കുക. എന്നിട്ട് ഒരു നുള്ള് കായപ്പൊടിയോ ഒരു നുള്ള് ഉലുവാപ്പൊടിയും കൂടി അതിലേക്കിട്ട് അതോടെ കഴിഞ്ഞു പണി. ഊണിൻ്റെ കൂടെ നല്ല രസമുള്ളൊരു കറിയാണ്.